നിങ്ങള് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ലേ? സമ്മതിച്ചു ഒക്കെ എഗ്രി ചെയ്തു. പക്ഷെ നിങ്ങൾ മറ്റ് സംഘടനകളുടെ ഭാഗമാകണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഗവൺമെന്റ് അധികാരികൾ തിരക്കട്ടെ. ഞാൻ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമാക്കാണോ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റും എന്റെ ഫോണും നിങ്ങൾക്ക് പരിശോധിക്കാം. സമാധാനപരമായിട്ട് കുട്ടികളെ സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന എന്റെ കുടുംബത്തിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് നിങ്ങളൊരു പോസ്റ്റ് ഇറക്കിയിരുന്നു. നിങ്ങളെ വർഗീയവൽക്കരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എന്നെയും എന്റെ കുട്ടിയെയും എന്റെ മാതാവിനെയും വെച്ചൊരു പോസ്റ്റർ ഇറക്കിയിരുന്നു. സംസാരിക്കട്ടെ, ഇവിടെ ഉണ്ടല്ലോ, ഇത് ഇറക്കിയത് എവിടെയും പോയിട്ടില്ലല്ലോ, അവിടെ ഉണ്ടല്ലോ. സാറേ, എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇത് വർഗീയവൽക്കരിക്കാൻ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല. രണ്ടാമത്തേത്, ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇവർക്ക് CCTV കാര്യങ്ങൾ ഫുട്ടേജ് എടുത്തോട്ടെ, എന്റെ ഫോൺ ഹിസ്റ്ററി പരിശോധിച്ചോട്ടെ. ഇതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം പരിശോധിക്കാൻ അധികാരികൾക്ക് ഞാൻ പൂർണ്ണ സമ്മതം നൽകുന്നു. ജോഷി, അധികാരികൾ സമ്മതം വേണ്ട, അധികാരികൾക്ക് അറിയാൻ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നുള്ള കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഇന്ത്യ രാജ്യത്ത് കൃത്യമായിട്ട് നിയമങ്ങൾ വലിച്ചിട്ടുണ്ട്. ജോഷി, അവിടെ പോലീസ് എത്തിയിരുന്നല്ലോ. ഈ സംഭവം നടന്നപ്പോൾ അവിടെ പോലീസ് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? പോലീസ് ആദ്യം ഇവിടുത്തെ SI ആണ് വന്നത്. ഒരു ഗ്രേഡ് SI വന്നു, തൊട്ടുപുറകില് ഇവിടുത്തെ SI വന്നു, അജ്മൽ എന്ന് പറയുന്ന SI വന്നു. അജ്മൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട്, ഞങ്ങൾ ഫോണിലൂടെ വിളിക്കുമ്പോ അജ്മൽ വിളിച്ച് സ്റ്റേഷനിലും വിളിച്ചു, 112-ലും വിളിച്ചു. അജ്മൽ അവിടെ വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? അജ്മൽ പറയുന്നത് ഈ കുട്ടിയുടെ പേരന്റ് വിളിച്ചിട്ട് വന്നാന്നാണ് അജ്മൽ പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം തന്നെയില്ല. അത് സാറിന് വേണമെങ്കിൽ ആ സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിക്കാം. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടേ ഇല്ല. പോകാൻ വേണ്ടി പോകുമ്പോഴാണ് പോലീസ് വണ്ടി അവിടെ വരുന്നത്. ഞാൻ വിളിച്ചിട്ട് ഒരു മിനിറ്റ്, പ്രിൻസിപ്പൾ സംസാരിക്കാനുണ്ട്. പ്രിൻസിപ്പളിലേക്ക് എന്താണ് മാഡം ഈ കേട്ടതിൽ നിന്ന് എന്താണ് താങ്കൾക്ക് മറുപടി എന്തെങ്കിലും ഉണ്ടോ? അതെ, മറുപടിയുണ്ട്. 10-ാം തീയതി ഇങ്ങനെ ആദ്യം പാരന്റ് വന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്താണ് 2-3 പേര് കയറി വരുന്നതും പിന്നെ അതിനുശേഷം ആൾക്കൂട്ടത്തിൻ്റെ എണ്ണം വർദ്ധിക്കുകയാണ് അവിടെ. അപ്പോൾ സ്കൂളിൻ്റെ ക്രമസമാധാനത്തിനെതിരായി അങ്ങനെ വന്നപ്പോൾ ഞാൻ തന്നെയാണ് നമ്മുടെ പളുരുത്തി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ഇവിടെ വന്ന് സാർ ഞങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് പറഞ്ഞത്. നമ്മുടെ അച്ചടക്കത്തിന് എതിരായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ കോമ്പൗണ്ടിൽ നല്ല ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് പോലീസ് വന്നതും അവർ നമ്മളോട് കോണ്ടാക്ട് ചെയ്തു. ഇവൻ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അദ്ദേഹം വായിച്ചു നോക്കി. പാരന്റിനെ അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടും പാരന്റ് അത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും 6-ൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അത് അനസിനൊപ്പമാണോ വന്നത്? ഗേറ്റിനകത്താണ്, നമ്മുടെ സ്കൂൾ ഗേറ്റിന്റെ അകത്തായിട്ടാണ് ഇത് വരുന്നത്. അനസിനൊപ്പമാണോ വന്നത്? ഇദ്ദേഹമാണ് ആദ്യം വന്നത്. അതിനുശേഷമാണ് ആളുകൾ വന്നു തുടങ്ങിയത്. എന്തായിരുന്നു അവരുടെ ഒരു സ്വഭാവം, അവരുടെ പെരുമാറ്റം? കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പെരുമാറ്റ രീതി നമ്മളെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു അവരുടെ കാര്യങ്ങളെല്ലാം. നമ്മൾ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല, എന്താണ് അതിന്റെ റൈറ്റ്, റൂൾസ്, അങ്ങനെയൊക്കെ ചോദിച്ചാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. ഭീഷണിയുടെ സ്വരമായിരുന്നു, ഒരു പ്രൊവോക്കിംഗ് രീതിയായിരുന്നു അവരുടേത്. ഏകദേശം അങ്ങനെ ആയിരുന്നു സർ. അങ്ങനെയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കുട്ടികളൊക്കെ ഈ സമയത്ത് സ്കൂളിലുണ്ടായിരുന്നോ, പരിസരത്തൊക്കെ ഉണ്ടായിരുന്നോ? സ്കൂൾ ടൈം ആയിരുന്നു. 9:30-ക്കാണ് നമ്മുടെ KG കുട്ടികളുടെ ക്ലാസ്. ആ സമയത്തും കുട്ടികൾ വരുമ്പോൾ ഇത് കണ്ടിട്ട് അവർ പേടിച്ച് നിലവിളിച്ചിട്ടാണ് ക്ലാസ്സിലോട്ട് കയറുന്നതും തന്നെ. അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. പേരൻസിന് ഉൾപ്പെടെ അങ്കലാപ്പിലാണ് അവരെല്ലാവരും. അനസ്, എന്താണ് മറുപടി? ഈ പറയുന്നതെല്ലാം ശുദ്ധ കളവാണ് സാറേ. ഇപ്പൊ ജോഷി കൈതവളപ്പിൽ പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത്, പോലീസിനെ പാരന്റ് വിളിച്ചു. ഇത് തെറ്റ് പറഞ്ഞിരിക്കുന്നത് ഫുള്ള് കളവാണ്. ഈ രക്ഷിതാക്കൾ ആരും ഇതിനെ ചൊല്ലി ഒരു സംസാരം ഉണ്ടായിട്ടില്ല. പിള്ളേരാരും അവിടെ ക്ലാസ് റെഗുലറി നടക്കണമായിട്ട് തന്നെ. താങ്കൾ വിളിച്ചിട്ട് വന്നവരാണോ ഈ 5-6 പേര്? അല്ല, ഞാൻ വിളിച്ചിട്ടല്ല. എനിക്ക് കോളുകൾ വന്നിരുന്നു. അവിടെ പരിസരവാസികള്. ഞാൻ ചോദിക്കുന്നത്, താങ്കളുടെ മകളുടെ ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയാണല്ലോ അവർ വന്നത്, അല്ലാതെ മറ്റു കാര്യത്തിന് വന്നതല്ലോ. അല്ല, തീർച്ചയായിട്ടും. അപ്പൊ അവര് താങ്കൾ അറിയാതെ അല്ലെങ്കിൽ താങ്കൾ വിളിക്കാതെ അവരങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് അത് അവിടുത്തെ പൗരസമിതിക്കാര് വിളിച്ചതായിരിക്കാം, എനിക്കറിയില്ല. മേ ബി എന്റെ മകളുടെ കാര്യം സംസാരിക്കാനാണ് അവര് വന്നത്. പക്ഷെ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. അല്ല, അവരുമായിട്ട് പരിചയമുള്ള ആരും ഉണ്ടായിരുന്നോ കൂട്ടത്തില്? സജീറിനെയൊക്കെ പരിചയമുണ്ടോ? സജീറിനെ ഞാൻ ഫസ്റ്റ് കാണുന്നതാണ്. ആ വീഡിയോ ചെയ്യുന്ന ആളെ ഫസ്റ്റ് കാണുന്നതാണ്. ഇവരെ നമ്പർ കണ്ടിട്ടില്ല.
അനത്തെ അങ്ങനെ പറയുന്നത് ഈ CCTV ഫുട്ടേജ് കാണുമ്പോ തന്നെ അറിയാം നിങ്ങൾ ഫസ്റ്റ് കാണുന്നതാണോ ദീർഘകാലമായിട്ട് ബന്ധമുണ്ടോ ആയിക്കോട്ടെ ജോഷി കൈതോളത്ത് നിങ്ങൾ ഇത് എങ്ങനെ വ്യാഖ്യാനിച്ചാലും കൊള്ളാം. ജോഷി കൈതോളത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കണ്ട. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇതിനെതിരെ നിങ്ങളൊരു കുട്ടിയുടെ ഭാവി സ്കൂളിന്റെ പ്രവർത്തനത്തിന് ഞാനൊരു തടസ്സം നിന്നില്ല. ഞാൻ പറഞ്ഞില്ല എന്റെ കുട്ടീനെ ധരിച്ചിട്ട് പഠിപ്പിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. വേറെ ആവശ്യപ്പെട്ടോ? ഒരു കുട്ടിയുടെ ഭാവി, ഒരു കുട്ടിയുടെ മാത്രമല്ല ഇപ്പൊ ഈ സ്കൂളിൽ കുട്ടികളുടെ ഭാവിയും വെച്ച് കളിക്കുന്ന ഒരു കുട്ടിയുടെ ഭാവിക്കും ദോഷം വരുന്ന രീതിയിൽ ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല. എന്റെ മകൾക്ക് അവിടെ പഠിക്കണം, തോളിട്ട് പഠിക്കാൻ അനുവദിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് TC മേടിച്ച് ഞാൻ പൊയ്ക്കോളാം. എനിക്ക് ഇടയ്ക്ക് വേറെ സ്കൂളിൽ കയറുമ്പോ ഇതിന്റെ റീസൺ കൊടുക്കണം. അതിന് നിങ്ങളെ ഇത് ഒപ്പിട്ടുതരാൻ തന്നില്ലല്ലോ. പഠനം ഞങ്ങള് നല്ല രീതിയിലാക്കി തരാൻ നിങ്ങൾ അഗ്രി ചെയ്ത ആളല്ലേ? ഞാൻ അഗ്രി ചെയ്ത് പോയിട്ടില്ല. നിങ്ങളാണ് അവിടുന്ന് സംസാരിച്ചത്. രക്ഷിതാവെന്ന നിലയ്ക്ക് ഞാൻ വന്നപ്പോ ഒരു സംഘം ആളുകളാണ് എന്നായിട്ട് സംസാരിക്കാൻ നിന്ന്. PT അധികാരികൾ എന്ന് പറയുന്നു, പരിചയപ്പെടുത്തുന്നു. എനിക്കറിയില്ല ഇവരാരാണെന്നുള്ളതും. എത്രക്കാരാണെന്ന് പോലീസ് അന്വേഷിക്കട്ടെ അവരെ. ശരി, ഓക്കെ. കൃത്യമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ കൃത്യമായിട്ട് പരാതി കൊടുത്തിട്ട് അവരന്വേഷിക്കട്ടെ ആരൊക്കെ വന്നിരുന്നു, എന്തെല്ലാം കേസിൽ പെട്ട ആളുകളാണ് വന്നിരുന്നത് പോലീസ് അന്വേഷിക്കട്ടെ. ജോഷി താങ്കളിലേക്ക് വരാം. അവസാനമായി താങ്കളുടെ ഇനിയുള്ള നടപടി എന്താണ്? കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റുകയാണോ അതോ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിക്ക് കാത്തിരിക്കുകയാണോ? വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിക്ക് അത് നമ്മുടെ നിയമം പറയുന്നു ഷോൾ ധരിച്ച് പഠിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ട് TC മേടിച്ച് ഞാൻ വേറെ സ്കൂളിലേക്ക് പോകും. നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ തുറന്ന് പഠിപ്പിക്കും. നിങ്ങൾ പറഞ്ഞത് എനിക്ക് പറയാനുള്ള സാറേ അത്രേ ഉള്ളൂ. കാര്യം ഇപ്പോ DO വരുന്ന സമയമായിട്ട് ഞാൻ സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞ റിപ്പോർട്ട് ഇല്ല. അപ്പൊ ഈ സ്കൂളിൽ TC തരുന്നില്ല? TC ചോദിച്ചു തരുന്നില്ല? TC ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഇടയ്ക്ക് വേറെ സ്കൂളിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ റീസൺ കൊടുക്കണം. ആ റീസൺ നിങ്ങളെ ഇത് തരാൻ പറഞ്ഞു. ഇവിടെ ഷോൾ ധരിച്ചിട്ട് പഠിക്കാൻ സമ്മതിച്ചാൽ കൂട്ടിയിട്ട് സ്വമേധയെ TC മേടിച്ച് പോകണമെന്നുള്ള ഒപ്പിട്ട് തരാൻ പറഞ്ഞു. ആ ഒരു ശരി അനസ്, ശരി, നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ആജ്ഞ രവീന്ദ്രനിലേക്ക് കൂടി ഒന്ന് പോകണം. ശ്രീ ജോഷി തുടരുക, താങ്കളിലേക്ക് കൂടി വരണം. ആജ്ഞയ്ക്കൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂളിലെ ലീഗൽ അഡ്വൈസർ അല്ലെ ആജ്ഞ, അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്?